Once again, welcome to Wings Academy. നമ്മൾ ഇന്ന് ക്ലാസ് 12ലെ സെക്കൻഡ് ചാപ്റ്റർ ആയ അതായത് ഒരു പോയം ആണ്. ആ പോയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം ലാസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? അതൊരു സ്പീച്ച് ആയിരുന്നു. ദ 3 L's ഓഫ് എംപവർമെന്റ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു പോയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയാണ്. ബേസിക്കലി നമ്മൾ ഈ ഒരു +2 ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിന് പ്രത്യേകത ഉണ്ട്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എപ്പോഴും ഈ ഒരു യൂണിറ്റിൽ നിന്നാണ് വരാറ്. അതായത് നിങ്ങളുടെ ഓൺ എക്സാം ആയിക്കോട്ടെ, ബാക്കി എക്സാംസ് ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ആനുവൽ എക്സാം ആയിക്കോട്ടെ, എല്ലാ എക്സാംസിനും ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിന് കുറച്ച് വെയിറ്റേജ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു യൂണിറ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. പഠിക്കുമ്പോൾ ഈ ഒരു യൂണിറ്റ് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആ കൂടെ ഒരു പോയം ഫസ്റ്റ് യൂണിറ്റിലുള്ളൂ. ആ ഒരു പോയമാണ് എനി വുമൺ എന്നുള്ളൊരു പോയം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കാതറിൻ ചൈന എന്ന് പറയുന്ന ഓഥറാണ് ഈ ഒരു എനി വുമൺ എന്നുള്ള ഒരു പോയം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, +2 ഇംഗ്ലീഷിലെ ഏത് രീതിയിലാണ് നമ്മൾ ഈ പോയത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു പോയം അല്ല ഏതൊരു പോയം ആയിക്കോട്ടെ, പോയത്തിനെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അപ്രിസിയേഷൻ തന്നെയാണ്. പക്ഷേ നോർമൽ ആയിട്ടുള്ള ഒരു ഇത്രയും നാൾ നമ്മൾ പഠിച്ച രീതിയിലുള്ള ഒരു അപ്രിസിയേഷൻ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് ഈ ഒരു പോയം നമ്മൾ പഠിച്ചൊരു പോയത്തിനെ മറ്റൊരു പോയം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ആ ഒരു പോയറ്റ് കൊണ്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു അപ്രിസിയേഷൻ ആണ് നമുക്ക് തരാം. അതായത് 2 പോയങ്ങളുണ്ട്. നമ്മുടെ പോയത്തിന്റെ പേര് ഏതെങ്കിലും നമ്മൾ ഏതാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പോർഷനുള്ള പോയംസ് ഏതാണോ, ഇപ്പോൾ നമുക്ക് എനി വുമണും മെന്റിംഗോളും ആണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പോയത്തിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കമ്പാരിസൺ നമുക്ക് ആ ഒരു പോയത്തിനായിട്ട് ഉണ്ടാവും. പുറത്തുനിന്നുള്ളൊരു പോയം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ആ ഒരു പോയത്തിനെയും നമ്മളുടെ ഒരു പോയത്തിനെയും കൂടി തന്നിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്ത് അപ്രിസിയേഷൻ തയ്യാറാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് +2 വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആവണ്ട, നമുക്ക് ഈ ഒരു പോയിന്റ് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എനി വുമൺ എന്നാണ് പോയത്തിന്റെ പേര്. കാതറിൻ ചൈന ആണ് ഈ ഒരു പോയത്തിന്റെ ഓഥർ. അപ്പോൾ ഈ ഒരു പോയം നമുക്കറിയാവുന്ന പോലെ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിനെ പറ്റിയില്ല, ആരെ പറ്റിയാണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് യൂണിറ്റ് തന്നെ സ്ത്രീകളെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അമ്മേനെ പറ്റിയുള്ള, അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഒരു മെയിൻ ആളെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു സ്ത്രീനെ പറ്റിയാണ് ഈ ഒരു പോയം പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പോയത്തിൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു നമ്മൾ എവിടെ നോക്കിയാലും ഞാൻ എന്നുള്ളൊരു സംഭവം ഇവിടെ കാണാം. ഈ ഒരു ഇപ്പൊ നമ്മളോട് ഈ ഒരു പോയത്തിൽ 4 വരികൾ തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൽ ആരാണ് ഈ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ആര് എഴുതണം? ഒന്നില്ലെങ്കിൽ നമുക്ക് വുമൺ എഴുതാം, അല്ലെങ്കിൽ മദർന്ന് എഴുതാം. ഇനിയിപ്പോ പോയറ്റ് എന്ന് എഴുതിയാലോ, അല്ലെങ്കിൽ നമ്മളെ പോയറ്റിന്റെ പേരായിട്ട് കാതറിൻ ടൈനാന്ന് എഴുതിയാലും ഒന്നും കുഴപ്പമില്ല. ഇതിനെല്ലാത്തിനും നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ കാതറിൻ ടൈനാന്ന് എഴുതിയാലും കുഴപ്പമില്ല, വിമൺ എഴുതിയാലും കുഴപ്പമില്ല, മദർന്ന് എഴുതിയാലും കുഴപ്പമില്ല, പോയറ്റ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ആ ഒരു സ്ത്രീയാണ് ഈ പോയം നമ്മളോട് നറേറ്റ് ചെയ്യുന്നത്. ആരാണ് പോയം നറേറ്റ് ചെയ്യുന്നത്? ഈ പറയുന്ന എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീയാണ്. ഏതൊരു സ്ത്രീനെയും നമുക്ക് വേണമെങ്കിൽ എനി വുമൺ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എനി വുമൺ ഏതൊരു സ്ത്രീക്കും പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇതിലൂടെ പറയുന്നത്. അതുകൊണ്ട് എനി വുമൺ എഴുതിയാൽ കൂടെ ഒരു കുഴപ്പമില്ല. അപ്പോ നമുക്ക് പോയത്തിലേക്ക് പോവാം. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ്. നമുക്കറിയാം ഒരു വീടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെ എന്താണ്? പില്ലറുകളാണ്, അല്ലെങ്കിൽ തൂണുകളാണ്. വീടായിക്കോട്ടെ, വേറൊരു ബിൽഡിംഗ് ആയിക്കോട്ടെ, അതിന് എന്തുണ്ടാവും? തൂണുകൾ ഉണ്ടാവും അല്ലെ? ആ തൂണിന്റെ മെയിൻ പ്രത്യേകത എന്താണ്? ആ തൂണാണ് ആ ഒരു വീടിനെ, അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിനെ താങ്ങി നിർത്തുന്നത്. ഈ ഒരു താങ്ങി നിർത്തുന്ന സാധനം ഒന്ന് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ബിൽഡിങ്ങിന് പല കേടുപാടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് മൊത്തത്തിൽ തകർന്നു പോകാനുള്ള ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട് അല്ലെ? അത് തന്നെയാണ് ഇവരിവിടെ പറയുന്നത്. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ്. ഈ ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയും ആയിക്കോട്ടെ, ആ ഒരു സ്ത്രീയാണ് ഒരു വീടിന്റെ പില്ലർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു മനുഷ്യന് ഒരിക്കലും ഒരു പില്ലർ ആയിട്ട് മാറാൻ പറ്റില്ല. അതായത് ഒറിജിനൽ ആയിട്ട് ഒരു തൂൺ ഒരു മനുഷ്യനെ ആവാൻ പറ്റൂ? ഇല്ല. അപ്പോ പ്രത്യേകിച്ച് ബന്ധമില്ലാത്ത 2 ആൾക്കാർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉറപ്പിച്ച് കമ്പയർ ചെയ്യാൻ, ആസോ ലൈക്ക് ആണെങ്കിൽ സിമിലി, അല്ലാണ്ട് ഉറപ്പിച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു പോയറ്റിക് ഡിവൈസ് ആണ് മെറ്റഫർ. ഈ ഒരു പോയം നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെക്കുക. ഈ ഒരു പോയത്തിൽ ബേസിക്കലി ഒരുപാട് മെറ്റഫേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പോയാണ്. ഇതിന്റെ ഒട്ടുമിക്ക സ്റ്റാൻസിലും ഒട്ടുമിക്ക ലൈൻസിലും എന്തുണ്ട്? മെറ്റഫർ ഉണ്ട്. അപ്പോ ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ്. ഒരു വീടിന്റെ നെടും തൂണ് ഞാനാണെന്ന് ഒരു സ്ത്രീ എന്ന് പറയാണ്. അപ്പോ ഒറിജിനൽ ആയിട്ട് എന്താണ്? ഒരാൾക്ക് ഒരു തൂണാവാൻ പറ്റില്ല. അത് ഉറപ്പിച്ച് പറയുന്നതുകൊണ്ട് അതവിടെ മെറ്റഫറും ആയി. പക്ഷെ ഇത് നമ്മളെ പൊളിറ്റിക്കലി പറയുകയാണെങ്കിൽ എന്താണ്? ആ ഒരു കമ്പാരിസൺ ഒരു വരുത്താണ്. ഒരു പറയുന്ന പില്ലർ എത്രത്തോളം ഒരു വീടിനെ, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനെ താങ്ങുന്നുണ്ടോ അത്രത്തോളം ഓരോ വീടിനും ഓരോ സ്ത്രീകളും താങ്ങി നിർത്തുന്നുള്ള സംഭവമാണ് ഈ ഒരു ലൈനിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അടുത്ത ലൈൻ നോക്കാം. ദ കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച് ആം ഐ. അപ്പോ ഐ ആം ദ കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച് എന്നല്ല പറയുന്നത്, നേരെ തിരിച്ചു പറയാണ്. അപ്പോൾ ഇതൊരു ഇൻവേർഷൻ ടെക്നിക് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയാ. അപ്പോൾ ദ കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച് ആം ഐ. ഈ പറയുന്ന ഒരു ആർച്ച് ആണെന്ന് വിചാരിക്കാം. ഒരു ആർച്ച് ഇങ്ങനെയാണ്
നമുക്കറിയാം ഒരു ആർച്ച് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതിന്റെ കീ സ്റ്റോൺ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പോർഷനിൽ വരുന്നതാണ് കീ സ്റ്റോൺ. ഈ സാധനം കൊണ്ട് പൊട്ടി പൊളിഞ്ഞു പോയാൽ എന്താണ്, ഇത് മൊത്തത്തിൽ തകർന്ന് വീഴാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ തകർന്ന് വീഴും. അപ്പോ ആ ഒരു കീ സ്റ്റോണും ഈ പറയുന്ന ആർച്ചിന്റെ കീ സ്റ്റോണും ആരാണ്, നമ്മളുടെ ഈ പറയുന്ന സ്ത്രീ, അല്ലെങ്കിൽ നമ്മുടെ പോയറ്റ്, അല്ലെങ്കിൽ ഏതൊരു സ്ത്രീ ആയിക്കോട്ടെ, ഇതിൽ പറയുന്ന നറേറ്റർ ആണ് അവിടുത്തെ കീ സ്റ്റോൺ. ഇവരെന്തൊക്കെയാണ്, ആർച്ചിന്റെ കീ സ്റ്റോൺ ആണ്, ഒരു വീടിന്റെ ഈ പറയുന്ന പില്ലറാണ്, പില്ലേഴ്സ് ഓഫ് ദി ഹൗസ് ആണ് കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച്. അപ്പൊ ഇതൊക്കെയാണ് ഇവരെ സ്വയം മെൻഷൻ ചെയ്യുന്ന സംഭവങ്ങൾ. ടേക്ക് മീ എവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അട്ടർലി. എന്നെ ഒന്ന് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഞാനാണെങ്കിൽ ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി നോക്കൂ. ടേക്ക് മീ എവേ. അപ്പൊ എന്ത് സംഭവിക്കും, റൂഫും വാളും എല്ലാം എന്ത് ചെയ്യും, ഫോൾ ചെയ്യും. ആ ഫോൾ ചെയ്യുന്ന വഴി എന്തുണ്ടാവും, റൂയിൻ മീ അട്ടർലി, എന്നെ തന്നെ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിനെ തന്നെ മൊത്തത്തിൽ തകർക്കാനായിട്ട് അത് മതി. ഞാനാണ് ഒരു വീടിന്റെ തൂണും, ഞാനാണ് ഈ പറയുന്ന ആർച്ചിന്റെ മെയിൻ കീ സ്റ്റോണും ഞാനാണ്. അപ്പോ ഇതൊക്കെ അവിടെ നിന്നിട്ട് മാറ്റിൽ എന്ത് പറ്റും, മുകളിൽ നിന്ന് മൊത്തത്തിൽ അങ്ങോട്ട് ഇടിഞ്ഞു വീഴും. അപ്പോ ഞാൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ആ വീട് തന്നെ ആകെ താറുമാറായി പോകുന്നതാണ് ഇവർ ഈ സ്റ്റാൻസ് വഴി ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്റ്റാൻസ് നോക്കാം. I am the fire upon the hearth. I am the fire upon the hearth. Hearth എന്ന് വെച്ചാൽ നമുക്കറിയാം അടുപ്പിനെയാണ് hearth എന്ന് പറയാം. അപ്പോ ഈ പറയുന്ന അടുപ്പിലെ ആ ഒരു തീയും ഞാനാണ്. I am the light of the good sun. ഈ പറയുന്ന നല്ല സൂര്യന്റെ പ്രകാശവും ഞാനാണ്. അപ്പൊ ഫയർ അപ്പോൺ ദ ഹെർത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഇതിന് ഉദ്ദേശിക്കാം, ഈ പറയുന്ന അടുപ്പിലെ തീ എന്ന് പറയുമ്പോൾ അടുപ്പിൽ നമുക്കറിയാം ഫുഡൊക്കെ വെച്ച് വരും. നമ്മുടെ വീട്ടിലൊക്കെ ഒട്ടുമിക്കവരുടെ വീട്ടിൽ ആരാണ് ഫുഡ് വെച്ചിരുന്നത്, അമ്മമാർ, അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ സ്ത്രീകൾ തന്നെയാണ് വെക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിലോ തന്നെ ചിന്തിക്കാം. അതേപോലെ തന്നെ I am the light of the good sun. നല്ല സൂര്യന്റെ നല്ല പ്രകാശമാണ് ഞാൻ. ഈ പറയുന്ന ആ ഒരു വീട്ടിലൊരു സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സന്തോഷത്തിന് മെയിൻ കീ സ്റ്റോൺ അല്ലെങ്കിൽ മെയിൻ സംഭവം ആരാണ്, നമ്മൾ ഈ പറയുന്ന അമ്മ തന്നെയാണ്. I am the heat that warms the earth. ഓരോ ഭൂമിനെ അല്ലെങ്കിൽ ഭൂമിനെ ആ ഒരു വാംത്ത് നൽകുന്ന, ഇവരുടെ കുടുംബത്തിന് ആ ഒരു ആശ്വാസം നൽകുന്ന, ആ ഒരു വാംത്ത് നൽകുന്ന, ആ ഒരു ഹീറ്റ് ആയിട്ട് മാറുന്നതും ഈ ഒരു സ്ത്രീയാണ്. അപ്പൊ ഈ ലൈനിലൊക്കെ നമുക്കറിയാം I am എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിങ്ങനെ എല്ലാത്തിനെയും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ എന്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെയൊക്കെ നമുക്ക് മെറ്റഫർ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇതാണെന്നാണ് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉറപ്പിച്ച് പറയുന്നതാണ് മെറ്റഫർ. അപ്പൊ ഈ 3 ലൈനിൽ നമുക്ക് എന്തുണ്ട്, മെറ്റഫേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. I am the fire upon the hearth. ഈ പറയുന്ന അടുപ്പിലെ തീ ഞാനാണ്. I am the light of the good sun. നല്ല സൂര്യന്റെ പ്രകാശം ഞാനാണ്. I am the heat that warms the earth. ഈ പറയുന്ന ഭൂമിക്ക് ആ ഒരു വാംത്ത് നൽകുന്ന ആ ഒരു ചൂട് കൂടി ഞാനാണെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ പോയറ്റ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. വിച്ച് എൽസ് വൂഡ് കോൾഡ് ദാറ്റ് സ്റ്റോൺ. ഞാനെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഇതെന്തായനെ, ഒരു കല്ലിനേക്കാൾ തണുത്തു പോയേനെ. ആ ഒരു തണുപ്പിലൂടെ നമുക്ക് എന്തൊക്കെ പറയാം, ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന തീയുടെ നേരെ ഓപ്പോസിറ്റ് ആ ഒരു കോൾഡിനെ മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇമേജറി ലൈനിലൊക്കെ നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് മനസ്സിലാക്കാം, അതൊരു മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. ഈ ഒരു അമ്മ അവിടെ ഇല്ലെങ്കിൽ മരണം പോലെ തണുത്തിരിക്കുന്ന ഒരു കുടുംബമായിരിക്കും അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഫാമിലി. അമ്മ ഇല്ലെങ്കിൽ എന്ത് പറ്റും, മരണം പോലെ തണുത്ത ഒരു ഫാമിലി മാത്രമായിട്ട് അത് മാറും. അവിടെ എന്തുണ്ടാവില്ല, ആ ഒരു വാംത്ത് ഉണ്ടാവില്ല, ആ ഒരു സ്നേഹം ഉണ്ടാവില്ല, അവിടെ ഫുഡ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എല്ലാം നമുക്ക് എന്ത് വേണം, ഒരു നല്ലൊരു ഫാമിലിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 3 സംഭവങ്ങളാണ് ഇവിടെ ഈ പറഞ്ഞത്. അപ്പൊ ഈ 3 സംഭവങ്ങൾ ഇല്ലെങ്കിൽ എന്ത് പറ്റും, ആരുണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല, ഈ പറയുന്ന അമ്മ ഇല്ലെങ്കിൽ എന്നാണ് ആ ഒരു ലൈനിലൂടെ, ആ ഒരു സ്റ്റാൻസയിലൂടെ ഈ പറയുന്ന നമ്മളുടെ കാതറിൻ ഡൈനൻ പറഞ്ഞു വെക്കുന്നത്. അടുത്തായിട്ട് At me the children warm their hands. എന്റെ അടുത്താണ് ഓരോ കുട്ടികളും ആ ഒരു വാംത്തിന് വേണ്ടി, നമുക്കറിയാം നമ്മളിപ്പോ ഭയങ്കരമായിട്ട് തണുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഹാൻഡ്സ് ഒക്കെ റബ്ബ് ചെയ്തിട്ട് ആ ഒരു ചൂട് നമ്മൾ കൊള്ളാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ആശ്വാസം കിട്ടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഓടി വന്ന് പറയുന്നതും എന്റെ അടുത്ത് വന്നിട്ടാണെന്നാണ് ആര് പറയുന്നത്, അമ്മ പറയുന്നത്. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടാനായിട്ട് അവർ ആദ്യം ഓടി എത്തുന്നത് എന്റെ അടുത്തേക്കാണ്. At me the children warm their hands. എന്റെ അടുത്തേക്കാണ് കുട്ടികൾ അവർ ആശ്വാസം കണ്ടെത്താനായിക്കോട്ടെ എന്തിനും ഓടി വരുന്നത് ആരുടെ അടുത്തേക്കാണ്, എന്റെ അടുത്തേക്കാണ്. I am their light of love alive. ഞാനാണ് അവരെ ജീവിച്ചിരിക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ പ്രതീകം ആരാണ്, ഞാനാണ്. Without me cold the hearth stone stands. ഞാനില്ലെങ്കിൽ ഈ പറയുന്ന അടുപ്പുകളിലൊക്കെ എന്താണ്, തണുത്ത് മരവിച്ചിരിക്കുകയായിരിക്കും. Nor could the precious children thrive. ഞാനില്ലെങ്കിൽ എന്താണ്, എന്റെ പ്രഷ്യസ് ആയിട്ടുള്ള കുട്ടികൾക്ക് അങ്ങോട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അമ്മയില്ലെങ്കിൽ എന്താണ്, പലപ്പോഴും നമുക്കറിയാം, പലപ്പോഴും നമ്മൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഒട്ടുമിക്ക കുട്ടികൾ എന്താണ്, ആദ്യം അമ്മേനെ ആയിരിക്കും അന്വേഷിക്കുക. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും കുട്ടികൾ അങ്ങനെയാണ് അല്ലെ. അപ്പൊ ഓരോ കുട്ടി ആഗ്രഹിക്കുന്നത് അവന്റെ അമ്മ അവിടെ ഉണ്ടാവണം എന്നാണ്. അപ്പൊ പറയാണ്, ഞാനില്ലെങ്കിൽ ഓരോ വീട്ടിലെ അടുപ്പ് എന്താണ്, പുകയില്ല, ചിലപ്പോ എന്താണ് ഈ പറയുന്ന മരണം പോലെ ഒരു തണുത്ത ഫാമിലി ആയിട്ട് അത് മാറാനും സാധ്യതയുണ്ട്. അവിടുത്തെ ഒരു സന്തോഷം നൽകുന്ന ഒരു പ്രകാശമാവുന്ന ഒരു വ്യക്തി ആരാണ്, ഓരോ വീട്ടിലും അത് അവിടുത്തെ സ്ത്രീകളാണ് അല്ലെങ്കിൽ അവിടുത്തെ അമ്മയാണെന്നാണ് നമ്മളുടെ ഈ ഒരു പോയിന്റിലൂടെ കാതറിൻ ഡൈനൻ പറയുന്നത്.
അടുത്തായിട്ട് പറഞ്ഞേ ഐ എം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗെദർ ദ ചിൽഡ്രൻ ഇൻ ഇറ്റ് സീക്രട്ട് റിംഗ്. അപ്പൊ നമുക്ക് ഇവിടെ സീക്രട്ട് റിംഗ് എന്ന് പറയുന്നത് നമ്മളെ മദർ മേരിയുടെ ആ ഒരു വെഡിങ് റിംഗിനെയാണ് യൂഷ്വലി സീക്രട്ട് റിംഗ് എന്നൊക്കെ പറയാറ്. പക്ഷെ ഇവിടെ ഒരു പറഞ്ഞു വെക്കുന്ന ആ ഒരു ഐഡിയോളജി എന്ന് വെച്ചാൽ ഒരു സ്നേഹവലയമാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സ്നേഹവലയത്തിന്റെ ഉള്ളിലാണ് ആരുള്ളത്? ഈ അമ്മയും കുട്ടിയും ഫാമിലിയും ഒക്കെ ഉള്ളത്. ആ ഒരു സ്നേഹവലയത്തിന് ഒരു ടൈ ഉണ്ട്, ഒരു നോട്ടുള്ള ഒരു കെട്ടുണ്ട്. ആ ഒരു കെട്ടിന്റെ ആ ഒരു ട്വിസ്റ്റിന്റെ ആ ഒരു കെട്ടിന്റെ ഹോൾഡ് ആയിരിക്കണം. ആൻഡ് ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗെദർ ദ ചിൽഡ്രൻ സീക്രട്ട് റിംഗ്. ആ ഒരു സീക്രട്ട് റിംഗിലെ ആ ഒരു കെട്ടായിട്ട് മാറുന്നത് ആരാണ്? ഈ അമ്മയാണ്. ഈ അമ്മയാണ് ഈ പറഞ്ഞ സീക്രട്ട് റിംഗ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹവലയത്തിന്റെ ആ ഒരു കെട്ടായിട്ട് മാറുന്നത് ഈ അമ്മയാണ്. അപ്പൊ കുട്ടികൾ എന്താണ്? അമ്മയുടെ സ്നേഹത്തിന്റെ വലയത്തിൽ പിടിച്ചു വെച്ചേക്കാണ് ആര്? അമ്മ. അപ്പൊ അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ദർ നോട്ട് ഓഫ് ലവ്, അവിടെ ഈ സ്നേഹത്തിന്റെ കെട്ടും ഫ്രം ഹൂസ് ക്ലോസ് ടുഗദർ നോ ലോസ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ്. ആ ഒരു സ്നേഹവലയത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കെട്ടിന്റെ ഉള്ളിൽ എന്താണ്? ഈ കുട്ടികൾ എങ്ങും പോവില്ല. നോ ലോസ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ്. ഈ ഒരു കെട്ടിന്റെ ഉള്ളിലാണ് ഈ പറയുന്ന അമ്മയും ഈ പറയുന്ന കുട്ടികളെങ്കിൽ എന്താണ്? കുട്ടി എപ്പോഴും സേഫ് ആയിട്ട് അമ്മയുടെ കൈകളിൽ തന്നെ ഉണ്ടാവും. ആ സ്നേഹം ഇങ്ങനെ പിടിച്ചു പറ്റി ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? കുട്ടി എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ പോയറ്റ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പോയത്തിലൂടെ നറേറ്റർ പറയുന്നത്. ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ഈ ഒരു വീടിന്റെ ഇവിടെ നമുക്ക് എന്താണെന്ന് മനസ്സിലായി. ഇവിടെ നമുക്കറിയാം ഇത് മെറ്റഫർ തന്നെയാണ്. ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ഒരു വീടിന്റെ ഫ്ലോർ തൊട്ട് റൂഫ് വരെ ആരാണ്? അമ്മയാണെന്നാണ് പറയുന്നത്. ഐ ഡെക്ക് ദ വാൾസ് എല്ലാം ഡെക്കറേറ്റ് ചെയ്യണം. ഡെക്ക് എന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഞാനാണ്. ദ ബോർഡ് ഐ സ്പ്രെഡ്, ഈ പറയുന്ന വെസ്റ്റേൺ കൺട്രീസിലൊക്കെ എന്തുണ്ട്? തണുപ്പ് കാരണം ആ ഒരു ഫ്ലോറിലൊക്കെ ഒരു വുഡൻ സംഭവം വിരിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ബോർഡും ഈ പറയുന്ന സ്പ്രെഡ് ആവുന്ന ആ ഒരു ബോർഡും ഞാനാണ്. ഐ സ്പിൻ ദ കർട്ടൻസ് ഒക്കെ സ്പിൻ ചെയ്യുന്നത് തുന്നുന്നത് ഞാനാണ്. വാർപ്പ് ആൻഡ് വൂഫ് എന്ന് വെച്ചാലടാ ഇപ്പൊ ഈ ഇങ്ങനെ വെർട്ടിക്കലിയും ഹൊറിസോണ്ടലും എന്ത് ചെയ്യാം? വീവിങ് വരുമല്ലേ? ഓരോ ഡ്രസ്സുകളായിക്കോട്ടെ തുണികളായിക്കോട്ടെ എന്താണ് തുന്നുമ്പോൾ വെർട്ടിക്കലിയും തുന്നും ഇങ്ങോട്ടും തുന്നും. നമുക്ക് ഒരു ടവൽ എടുത്ത് നോക്കിയാൽ അതിന്റെ ഓരോ നൂലുകളും എന്താണ്? ഇങ്ങനെയും തുന്നിച്ചിട്ടുണ്ടാവും, ഇങ്ങനെയും തുന്നിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇങ്ങനെ തുന്നേണ്ട വാർപ്പ്, ഇങ്ങനെ തുന്നേണ്ട വൂഫ്. അതാണ് ഉദ്ദേശിക്കുന്നത് വാർപ്പ് ആൻഡ് വൂഫ്. അപ്പോൾ ഐ സ്പിൻ ദ കർട്ടൻസ് വാർപ്പ് ആൻഡ് വൂഫ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കർട്ടൻസ് സ്പിൻ ചെയ്യുന്ന ഞാനാണ്. വാൾസ് ചുമരുകൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ഞാനാണ്. ബോർഡ് സ്പ്രെഡ് ചെയ്യുന്ന ഞാനാണ്. ഒരു വീടിന്റെ ഫ്ലോർ തൊട്ട് റൂഫ് വരെ എന്തൊക്കെയുണ്ടോ അത് മൊത്തം ഈ പറയുന്ന സ്ത്രീയാണ് അല്ലെങ്കിൽ അമ്മയാണെന്നാണ് പറയുന്നത്. ആൻഡ് ഷേക്ക് ഡൗൺ ടു ബി ദെയർ ബെഡ്. അതേപോലെ തന്നെ എന്താണ്? നമുക്ക് ഇത് ഇവിടെ ഒരു ബേർഡിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. നമുക്കറിയാം ബേർഡ്സിന്റെ മെയിൻ പരിപാടി എന്താണ്? ബേർഡ്സ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വന്തം ഫെദേഴ്സ് തന്നെ എന്ത് ചെയ്യും? അങ്ങോട്ട് വിട്ടുകളയും, അല്ലെങ്കിൽ ആ ഫെദേഴ്സ് തന്നെ കൊഴിച്ചിട്ടിട്ട് ആ ഒരു ഫെദേഴ്സിൽ എന്ത് ചെയ്യും? അവരുടെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിച്ച് വെക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു പറയാണ് ഞാനും അതേപോലെ തന്നെയാണ്. എന്റെ ബോഡിയുടെ അല്ലെങ്കിൽ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം മാറ്റിയിട്ട് കുട്ടികൾക്ക് ബെഡ് ആക്കാനും ഞാൻ മടിക്കില്ല. ഞാൻ തന്നെയാണ് അവരുടെ ഒരു ബെഡായിട്ട് പോലും മാറുന്നത്. അത് ആ ഒരു ബേർഡ്സിന്റെ ആ ഒരു ക്വാളിറ്റിനെയും കൂടി മെൻഷൻ ചെയ്തിട്ടാണ് അവർ അത് ഉദ്ദേശിക്കുന്നത്. ഐ ആം ദെയർ വോൾ എഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ. ഓരോ കുട്ടിക്കും വരുന്ന ഏതൊരു ഡേഞ്ചറിനെതിരുള്ള ആ ഒരു ശക്തിയായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബാരിയർ ആയിട്ട് എന്തെങ്കിലും ഒരു തടസ്സം എന്റെ കുട്ടികൾക്ക് നേരെ വരുന്നുണ്ടെങ്കിൽ അത് വരാതിരിക്കാനുള്ള ഒരു തടസ്സമായിട്ട് ആര് നിൽക്കുന്നുണ്ട്? ഓരോ അമ്മമാരും നിൽക്കുന്നുണ്ട്. ആ ഒരു ആളും ഈ അമ്മയാണെന്നാണ് പറയുന്നത്. ദ ഡോർ എഗെയിൻസ്റ്റ് വിൻഡ് ആൻഡ് സ്നോ. കാറ്റും തണുപ്പും ഒക്കെ വരുമ്പോൾ അതിനെതിരെയുള്ള ഒരു വാതിലായിട്ടും ഈ പറയുന്ന അമ്മ തന്നെയാണ് നിൽക്കുന്നത്. ഈ പറയുന്ന കാറ്റും അതേപോലെ തന്നെ വിൻഡും സ്നോ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾക്ക് നേരെ വരും. ചിലപ്പോൾ അസുഖങ്ങളായിരിക്കാം, ബാക്കി പല പ്രശ്നങ്ങളായിരിക്കും. കുട്ടികൾക്ക് നേരെ വരുന്ന ഓരോ പ്രശ്നങ്ങൾക്കും മറയായിട്ട് ആര് നിൽക്കുന്നുണ്ടാവും? അമ്മ നിൽക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. ദോ ഹൂം എ വുമൺ ലേഡ് ഇൻ എ മാഞ്ചർ. അതായത് ഈ പറയുന്ന ഈ മാഞ്ചറിൽ, അതായത് മാഞ്ചറിൽ ജനിക്കുന്ന ആരാ നമുക്കറിയാം? ക്രിസ്ത്യാനിറ്റിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. സോ ദോ ഹൂം എ വുമൺ ലേഡ് ഇൻ എ മാഞ്ചർ ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. അപ്പൊ ജീസസിനോട് പ്രാർത്ഥിക്കുകയാണ്. ജീസസിനെയാണ് എന്ത് ഈ പറയുന്ന തൊഴുത്തിലൊക്കെ പ്രസവിച്ച കഥയൊക്കെ നമുക്കറിയാം. അപ്പോ അവിടെ ഒരു സ്ത്രീ പ്രസവിച്ച ആ ഒരു ആളോട്, ആ ഒരു ദൈവത്തിനോട് പറയാണ്, ടേക്ക് മീ, ജീസസിനോട് പറയാണ്, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. കുട്ടികൾ വളർന്ന് വലുതാകുന്ന വരെയെങ്കിലും എന്ത് ചെയ്യരുത്? എന്നെ അങ്ങോട്ട് എടുക്കരുത്. അതായത് ദൈവത്തിന്റെ അടുത്തേക്ക് കുട്ടികൾ വലുതാകുന്ന വരെയെങ്കിലും എന്നെ വിളിക്കരുത്. കാരണം എന്താണ്? കുട്ടികൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്താണ്? എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾക്ക് ആര് വേണം? അമ്മ വേണം. അപ്പോ ഞാൻ എങ്ങാനും ഇല്ലാണ്ടായി പോയാൽ, ഞാൻ എങ്ങനെ ദൈവത്തിന്റെ അടുത്തേക്ക് വരേണ്ടി വന്നാൽ, ഞാൻ എങ്ങനെ മരിച്ചു പോയാൽ എന്ത് പറ്റും? എന്റെ കുട്ടികളുടെ ലൈഫ് മൊത്തത്തിൽ ഇല്ലാതായി പോകും. അതുകൊണ്ട് എന്ത് ചെയ്യാം? അറ്റ്ലീസ്റ്റ് എന്റെ കുട്ടികൾ വളർന്ന് വലുതാകുന്ന വരെയെങ്കിലും എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ആര് ഈ പോയം എന്ത് ചെയ്യുന്നത്? നമ്മുടെ കാതറിൻ ഡൈനൻ ഈ ഒരു പോയം എന്ത് ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി ഇത്രയാണ് ഈ പോയം. അപ്പൊ ഇതിൽ നമുക്കറിയാം എന്താണ് ഇന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഈ പോയത്തിന്റെ പേരും തരും വേറൊരു പോയം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പൊ ആ പോയവും ഈ പോയം തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതാനാണ് അപ്രിസിയേഷൻ വരെ. അപ്രിസിയേഷൻ കമ്പയർ ചെയ്ത് എഴുതാം. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഒരു അപ്രിസിയേഷൻ ചെറുതായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഇതിന്റെ ഒരു ചെറിയ അപ്രിസിയേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് നമുക്കറിയാം ഓരോ അപ്രിസിയേഷന്റെ ഫസ്റ്റ് സംഭവം എന്താണ്? ആ പോയത്തിനെ നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം.
നമ്മളുടെ വായിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു പോയിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് എനി വുമൺ ബൈ കാതറിൻ ടൈനർ സ്പീക്സ് അബൌട്ട് ദ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മദർ ഇൻ എ ഫാമിലി. എനി വുമൺ എന്ന് പറയുന്ന കാതറിൻ ടൈനർ എഴുതിയിട്ടുള്ള ഈ ഒരു പോയം എന്തിനെ പറ്റി സംസാരിക്കുന്നതെന്ന് വെച്ചാൽ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ അല്ലെങ്കിൽ ഓഫ് എ മദർ ഇൻ എ ഫാമിലി. ഒരു കുടുംബത്തിൽ അമ്മയ്ക്കുള്ള പ്രാധാന്യം അല്ലെങ്കിൽ അമ്മയ്ക്കുള്ള ഇമ്പോർട്ടൻസ്, അമ്മയ്ക്കുള്ള റോളാണ് ഈ ഒരു പോയം വഴി പറയുന്നത്. ഇറ്റ് സെലിബ്രേറ്റ്സ് ദ സെൽഫ്ലെസ് ലവ് ഓഫ് എ മദർ. ഇത് എന്താണ് പറയുന്നത്? സെൽഫ്ലെസ് ലവ് ഓഫ് എ മദർ. ഒരു അമ്മയ്ക്കുള്ള സെൽഫ്ലെസ് ആയിട്ടുള്ള സ്വയം മറന്നുള്ള സ്നേഹത്തെ പറ്റി, കുട്ടികളോടും ഫാമിലിയോടുള്ള അമ്മയ്ക്കുള്ള സ്നേഹത്തെ പറ്റിയാണ് ഈ പോയം സംസാരിക്കുന്നത്. ദ പോയം ഷോസ് ഹൗ എ മദേഴ്സ് ലവ്, കെയർ, വെറീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കീപ് ദ ഹൗസ് ഇൻ ഓർഡർ ആൻഡ് ഫാമിലി യുണൈറ്റഡ്. ഒരു അമ്മയ്ക്കുള്ള അമ്മ കാണിക്കുന്ന സ്നേഹം, കെയറും, വെറീസും, റെസ്പോൺസിബിലിറ്റീസും കാരണം ഒരു കുടുംബത്തിന് എത്രത്തോളം ഓർഡർ ആയിട്ടും ഒരു കുടുംബത്തിന് എത്രത്തോളം ഒത്തൊരുമയോടുകൂടി നിർത്താനായിട്ട് സഹായിക്കുന്നു എന്നുള്ളൊരു സംഭവമാണ് പിന്നെ ഇവിടെ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് ദ പോയം ബിഗിൻസ് വിത്ത് എ മെറ്റഫർ ഓഫ് ദ ഹൗസ്. പോയം തുടങ്ങുന്ന തന്നെ ഒരു വീടിന്റെ മെറ്റഫർ യൂസ് ചെയ്തിട്ടാണ്. അതായത് നമുക്കറിയാം പില്ലർ ആണ്, കീ സ്റ്റോൺ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയം തുടങ്ങുന്നത് തന്നെ. വിത്തൗട്ട് വിച്ച് ദ ഹൗസ് വുഡ് ഫോൾ അപ്പൗട്ട്. ഈ പറയുന്ന അമ്മ എന്താണ്? അമ്മ പില്ലർ ആണ്, അമ്മ കീ സ്റ്റോൺ ആണ്. ഈ പറയുന്ന കീ സ്റ്റോണും പില്ലറും, അതായത് അമ്മ ഇല്ലെങ്കിൽ തന്നെ വീട് എന്തോറ്റും, വീട് മൊത്തത്തിൽ പൊളിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഷീ is also compared to the fire on the hearth. ഈ പറയുന്ന അമ്മനെ എന്തിനോടുകൂടി കമ്പയർ ചെയ്യുന്നുണ്ട്? ഹേർത്ത്, അതായത് അടുപ്പിൽ തീയായിട്ട് അമ്മനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ലൈറ്റ് ഓഫ് ദി സൺ, സൂര്യന്റെ വെളിച്ചമായിട്ട് അമ്മേനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇൻ ദ നെക്സ്റ്റ് സ്റ്റാൻസസ്, വരുന്ന സ്റ്റാൻസയിൽ, കമ്മിങ് സ്റ്റാൻസസിൽ പറയുന്നത് ദ മദർ എക്സ്പ്ലെയിൻസ് ഹെർ ബോണ്ട് വിത്ത് ദെയർ ചൈൽഡ്. അമ്മ എന്താണ് പറയുന്നത്? അവരുടെ കുട്ടികളായിട്ടുള്ള ആ ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ ഫാമിലിയിലെ ബാക്കിയുള്ള ആൾക്കാരുടെ ബന്ധമാണ് അടുത്ത സ്റ്റാൻസയിലൂടെ പറയുന്നത്. ഷീ ഗീവ്സ് ദം വാംത്ത് ആൻഡ് ലവ്. അമ്മ എന്ത് നൽകുന്നുണ്ട്? അമ്മ ഈ പറയുന്ന സ്നേഹവും വാംത്തും ഓരോ കുട്ടിക്കും ഓരോ ഫാമിലി മെമ്പറും നൽകുന്നുണ്ട്. ആൻഡ് ഹോൾഡ്സ് ദം ടുഗദർ. എല്ലാവരെയും ഒത്തൊരുമ ഒരു കൂട്ടിപ്പിടിക്കാനായിട്ട് ആര് സഹായിക്കുന്നു, അല്ലെങ്കിൽ ആര് ശ്രമിക്കുന്നു? അമ്മ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ഷീ ഗിവ്സ് ദം വാംത്ത് ആൻഡ് ലവ് ആൻഡ് ഹോൾഡ്സ് ദം ടുഗദർ ഇൻ ഹെർ സീക്രട്ട് റിംഗ് ഓഫ് ലവ്. ഇവരെ ഹോൾഡ് ചെയ്ത് എവിടെയാണ് വെക്കുന്നത്? ആ ഒരു സ്നേഹ വലയത്തിന്റെ ഉള്ളിലാക്കിയാണ് അമ്മ വെക്കുന്നത്. ഇൻ ദ ലാസ്റ്റ് സ്റ്റാൻസറിലൂടെ പറയുന്നത് ഷീ സ്പീക്സ് അബൌട്ട് ഹെർ ഡ്യൂട്ടീസ്. അമ്മയുടെ ഡ്യൂട്ടീസിനെ പറ്റി, അമ്മയുടെ എന്തൊക്കെയാണ് അമ്മയുടെ ഡ്യൂട്ടീസ്, അതിനെ പറ്റിയാണ് ലാസ്റ്റ് സ്റ്റാൻസസ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഹെർ റോൾ ഇൻ പ്രൊട്ടക്ടിങ് ദ ഫാമിലി ഡ്യൂറിങ് ഡിഫിക്കൽട്ടീസ്. ബുദ്ധിമുട്ടുള്ള സമയത്ത് അവർ ഏത് രീതിയിലാണ് അവരുടെ ഫാമിലിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്നു എന്നും കൂടിയാണ് ലാസ്റ്റ് സ്റ്റാൻസസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ പോയം എൻഡ്സ് വിത്ത് എ പ്രയർ ടു ക്രൈസ്റ്റ്. ലാസ്റ്റ് സ്റ്റാൻസസിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ലൈനിൽ എന്താണ് പറയുന്നത്? ക്രൈസ്റ്റിനോട്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ടു കീപ് ഹെർ എലൈവ്. അമ്മേനെ ജീവനോടുകൂടി നിർത്തണം. എത്ര നാൾ വരെ? അണ്ടിൽ ഹെർ ചിൽഡ്രൻ ഗ്രോസ് അപ്പ്. കുട്ടികൾ വളരുന്ന വരെ അമ്മേനെ ജീവനോടുകൂടി വെക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ലാസ്റ്റ് സ്റ്റാൻസിലെ ലാസ്റ്റ് ലൈൻ എൻഡ് ചെയ്യുന്നത്. അപ്പോ അടുത്ത പാരഗ്രാഫ് പറയുന്നത് പോയം ഹാസ്, ആ ഒരു സമ്മറി പാർട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ എന്താണ് പോയറ്റിക് ഡിവൈസ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് നോക്കാം. റൈം സ്കീം എ ബി ആണ്. 6 stanzas of 4 lines each. 6 stanzas ആണ് നമ്മളെ പോയത്തിലുള്ളത്. എത്ര സ്റ്റാൻസസ് ആണ്? 6 സ്റ്റാൻസസ് ആണുള്ളത്. 6 സ്റ്റാൻസസിൽ ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് വീതമാണ്. റൈം സ്കീം എ ബി ആണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചേക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തരുന്ന പോയത്തിന്റെ സംഭവങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേ പോയത്തിലും ഇതേപോലെ 6 സ്റ്റാൻസസും 4 ലൈൻസ് വീതമാണ്. എ ബി ആണ് റൈം സ്കീം ഒക്കെ എങ്കിൽ എന്താണ് നമുക്ക് ഹെൽപ്പ് ആവുക? നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്താൽ, ആദ്യം നമ്മളുടെ പോയത്തിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, രണ്ടാമത് ഈ തന്നിരിക്കുന്ന പോയത്തിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പിന്നെ 2 പോയത്തിന്റെ സമ്മറീസ് പറയാം. അതിനുശേഷം ഈ പറഞ്ഞ സംഭവം നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുക. ഈ 2 പോയത്തിനും 6 സ്റ്റാൻസസ് ആണുള്ളത്, 4 ലൈൻസ് വീതമാണ്. 2 പോയത്തിന്റെയും റൈം സ്കീം എ ബി ആണ്. ഇത് സെയിം ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഇനി ഡിഫറെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് പോയം നമ്മളെ പോയത്തിന്റെ, അതായത് എനി വുമന്റെ റൈം സ്കീം എ ബി ആണ്, തന്നിരിക്കുന്ന പോയത്തിന്റെ ഇപ്പോ എ ബി ആണ്. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യുന്ന സ്റ്റാൻസസിൽ എഴുതാം. അടുത്തായിട്ട് പറയുന്നത് ദ മെയിൻ ഫിഗർ ഓഫ് സ്പീച്ച്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് എന്താ നമുക്കറിയാം? എന്താണ്? മെറ്റഫർ ആണ്. പില്ലർ, കീ സ്റ്റോൺ, ഫയർ അപ്പോൺ ദ ഹെർത്ത് എന്നൊക്കെ പറയുന്നത് എന്താണ്? മെറ്റഫർ ആണ്. അത് തന്നെയാണ് ഈ പോയത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു പൊയറ്റിക് ഡിവൈസ്. ഏതാണ്? മെറ്റഫർ ആണ്. കമ്പയർ ചെയ്ത് വെക്കാണ്. വെറുതെ ഒരു സംഭവത്തിന് മറ്റേത് പോലെ എന്ന് പറയുന്നതാണ് സിമിലി. പക്ഷെ ഉറപ്പിച്ച് കമ്പയർ ചെയ്യുന്ന ആ ഒരു അഷ്വറൻസ് ഉള്ളതാണ് എന്ത്? ഈ പറയുന്ന മെറ്റഫർ. അപ്പൊ മെറ്റഫർ ആണ് ഇതിലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പൊയറ്റിക് ഡിവൈസ്. ദ പോയിറ്റ് ഓൾസോ യൂസസ് ഇമേജറി. അത് മാത്രമല്ല പോയിറ്റ് കുറച്ച് ഇമേജറീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അലിട്രേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, കൺസോണൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ റൈമിംഗ്
വേർഡ്സ്, ഈ പറഞ്ഞ പോയത്തിന് കുറച്ചും കൂടി ഒരു ബ്യൂട്ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് പോയിറ്റ് യൂസ് ചെയ്യുന്നത്, ഈ പറഞ്ഞ റൈമിംഗ് വേർഡ്സ് പല പോയിറ്റ്സും യൂസ് ചെയ്യാറ്. ഇവിടെ അത് തന്നെയാണ്. വേർഡ്സ് ലൈക്ക് ഹീറ്റ് ആൻഡ് കോൾഡ് ഷു ടാക്ടൈൽ ഇമേജറി. ഹീറ്റും കോൾഡൊക്കെ ടാക്ടൈൽ ഇമേജറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി ഫോർ ടി, അതായത് ടച്ച്. ടാക്ടൈൽ എന്ന് കേട്ടാൽ എപ്പോഴും ആലോചിക്കുക ടി ഫോർ ടി. ടാക്ടൈൽ എന്ന് പറയുന്നത് ടച്ച്, നമ്മുടെ ഏതെങ്കിലും ഒരു ടച്ച്, നമുക്ക് ചില വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു ടച്ച് ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹീറ്റ് എന്ന് കേൾക്കുമ്പോഴും കോൾഡ് നിൽക്കുമ്പോൾ എന്താണ് എന്താണ് തണുപ്പ്, ചൂട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സ്കിന്നിനെ ബാധിക്കുന്നതാണ്. അപ്പൊ അതെന്താണ് ടാക്ടൈൽ ഇമേജറി ആണ് ഈ പറയുന്ന വേർഡ്സ് ഒക്കെ തരുന്നത്. അതേപോലെ തന്നെ വൽ കീസ്റ്റോൺ ആൻഡ് പില്ലർ ഷോ വിഷ്വൽ ഇമേജറി. കീസ്റ്റോൺ പില്ലർ എന്ന് കേൾക്കുമ്പോൾ എന്താണ് ആ ഒരു ഇമേജറി ആണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. അലിട്രേഷൻ ലൈക്ക് ലൈറ്റ് ഓഫ് ലവ് എലൈവ്. ലൈറ്റ് ഓഫ് ലവ് എലൈവ് നമുക്കറിയാം എൽ എൽ എൽ, ആ ഒരു എൽ ശബ്ദത്തിനെയാണ് ഇവിടെ അലിട്രേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. അലിട്രേഷൻ വരാൻ കാരണം അതാണ്. ആൻഡ് റൈംസ് ലൈക്ക് എർത്ത് എർത്ത് നോക്കാം, ഇത് ആ പറയുന്ന റൈമിംഗ് വേർഡാണ് എർത്ത് എർത്ത്, ഡേഞ്ചർ മാഞ്ചർ, ഈ ഒരു പ്രൊണൗൺസിയേഷൻ കണ്ടു. അപ്പൊ ആ ഒരു സംഭവമൊക്കെ എന്താണ് ഈ പോയത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ടു ദ പോയം, എന്താണ് ഇതിനെ ഹെൽപ്പ് ചെയ്ത് മ്യൂസിക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വേർഡ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ആണ് നമ്മുടെ ടോൺ മെസ്സേജ് ഒക്കെ പറയുന്നത്. ദ ടോൺ ഓഫ് ദ പോയം ഇസ് സീരിയസ്. അത്യാവശ്യം സീരിയസ് ആയിട്ട് മെയിൻ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ തന്നെയാണ് പോയം പറയുന്നത്. അതുകൊണ്ട് അത്ര കോമിക് ഒന്നുമല്ല, സീരിയസ് തന്നെയാണ് പോയം, സീരിയസ് തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് മെസ്സേജ് ഇസ് ക്ലിയർ, വളരെ ക്ലിയർ ആയിട്ട് എന്താണ് മെസ്സേജും പറഞ്ഞിട്ടുണ്ട്. എ മദർ ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ദ ഫാമിലി. ഒരു ഫാമിലിയുടെ ബാക്ക് ബോൺ ആണ് ആര്, ഒരു അമ്മ എന്ന് പറയുന്നത്. ആൻഡ് ഡിസേർവ് റെസ്പെക്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, അവർ ചില കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് അവർ ഡിസേർവ് ചെയ്യുന്ന അർഹിക്കുന്നത് എന്താണ്, റെസ്പെക്ട് ആണ്. ഓരോ മനുഷ്യനും ഈ പറയുന്ന അമ്മേനെ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. ത്രൂ സിമ്പിൾ ലാംഗ്വേജ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് വഴി ദ പോയറ്റ് ഷോസ് ദ പവർ ഓഫ് എ വുമൺ ടു ഹോൾഡ് ഫാമിലി ടുഗെദർ. ഈ പറയുന്ന ഫാമിലിനെ ഒപ്പത്തിനൊപ്പം ഹോൾഡ് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്, ആ ഒരു പവറോട് കൂടി ആര് നിൽക്കുന്നുണ്ട്, അമ്മ നിൽക്കുന്നുണ്ട്. ആൻഡ് ആസ്ക് us to value her love and sacrifice. അവരുടെ സ്നേഹവും ത്രൂ സിമ്പിൾ ലാംഗ്വേജ് വഴി ദ പോയറ്റ് ഷോസ് ദ പവർ ഓഫ് എ വുമൺ ടു ഹോൾഡ് ഹെർ ഫാമിലി. പോയറ്റ് എന്താണ് നമ്മൾ കാണിച്ചു തരുന്നത്, ഒരു ഫാമിലിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള ഒരു വിമന്റെ പവറിനെ ടുഗദർ ആൻഡ് ആസ്ക് us to value her love and sacrifice. അതേപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവരുടെ സാക്രിഫൈസ്, ആ ഒരു ത്യാഗവും സ്നേഹത്തിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം, അതിനൊരു വാല്യൂ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ അപ്രിസിയേഷൻ ഇതേപോലെ വരും. അതേപോലെ തന്നെ 4 ലൈൻസ് എന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കണം. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എന്തൊക്കെ ചോദിക്കും നമുക്കറിയാം. എന്തൊക്കെ ചോദിക്കും, ഈ പറയുന്ന പോയറ്റിക് ഡിവൈസ്, ഏതെങ്കിലും ലൈൻസ് എന്നിട്ട് അതിന്റെ പോയറ്റിക് ഡിവൈസുകൾ നമ്മളോട് ചോദിക്കാം. ഇപ്പോൾ ഐ ആം ദ ഹൗസ്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ മെറ്റഫർ ആണ്. അതേപോലെ തന്നെ twist that holds together, TTT, അതൊക്കെ എന്താണ്, അലിട്രേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ നോക്കി വെക്കേണ്ടത്. മെറ്റഫർ നോക്കി വെക്കുക, അലിട്രേഷൻസ് നോക്കി വെക്കുക. അതേപോലെ തന്നെ ഓരോ വേർഡിന് നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും വേർഡ്സ് ഇതിലുണ്ടെങ്കിൽ ആ ഒരു വേർഡിന്റെ മീനിങ് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ സമയത്ത് ഏതെങ്കിലും ഈ ഒരു അർത്ഥം വരുന്ന വേർഡ് ഇതിൽ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ അർത്ഥം അറിയില്ലെങ്കിൽ അപ്പോൾ അത് പ്രശ്നമാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങനെയും കൂടെ നമ്മൾ ചെയ്തു വെക്കേണ്ടതാണ്. അപ്പോൾ ബേസിക്കലി അത്രയാണ് ഈ പോയത്തിലുള്ളത്. അപ്രിസിയേഷൻ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. 6 സ്റ്റാൻസസ് ആണ്, 4 ലൈൻസ് വീതമാണ്. എ ബി ആണ് റൈം സ്കീം. സീരിയസ് ആണ് പോയറ്റിക് ടോൺ. ഇതിന്റെ മെസ്സേജ് എന്ന് പറയുന്നതാണ് ഈ ലാസ്റ്റ് എടുക്കുന്ന മെസ്സേജ് ഒക്കെ ഉറപ്പായിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ ഉറപ്പായിട്ടും ഇതിന്റെ കൂടെ കമ്പയർ ചെയ്യാൻ വരുന്ന പോയം മിക്കവാറും എന്താണ്, ഒന്നിലെ ഒരു സ്ത്രീനെ റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോ ഇതിലൊരു അമ്മേനാണ് സൂചിപ്പിക്കുന്നത്, ചിലപ്പോൾ ഒരു വൈഫിനെ റിലേറ്റ് ചെയ്ത്, അങ്ങനെയൊക്കെ വരാം. അങ്ങനത്തെ പോയംസ് ആയിരിക്കും, ഏകദേശം ബന്ധമുള്ള പോയംസ് ആയിരിക്കും ഇതിലൂടെ കമ്പയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഈ ഒരു പോയം അത്രേ ഉള്ളൂ. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ താങ്ക് യു, എല്ലാവരും നന്നായിട്ട് പഠിക്കാം.